3 ഘാതം -3 ഇൻറ്റു 27 ഘാതം 5/3 ഇൻറ്റു 81 ഘാതം -3/4 വില കാണുക. 3 ഘാതം -3 അതുപോലെ ഇടുക ഇൻറ്റു ഇവിടെ പാദസംഖ്യകൾ ആദ്യത്തെ 3 ആണ്, പിന്നെ 27 ആണ്, പിന്നെ 81 ആണ്. ഈ പാദസംഖ്യകളെല്ലാം ഒരുപോലെ ആക്കണം. അപ്പോൾ ആദ്യത്തെ പാദസംഖ്യ 3 ആണ്, അടുത്ത 27 നമുക്ക് 3 ക്യൂബ് എന്ന് എഴുതാം. 3 ക്യൂബ് 27, അതിൻ്റെ കൃതി 5/3. അപ്പോൾ 3 ഘാതം 3 ഹോൾ ഘാതം 5/3 ഇൻറ്റു അതുപോലെ 81 എന്ന് പറഞ്ഞാൽ 3 ഘാതം 4 ആണ്. അതായത് 3 4 തവണ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 വിളിച്ച് 81 കിട്ടും. അപ്പോൾ 81 പകരം 3 ഘാതം 4, അതിൻ്റെ കൃതി -3/4. ഇനി കൃത്യങ്ക നിയമം a ഘാതം m ഹോൾ ഘാതം n സമം a ഘാതം m ഇൻറ്റു n. ഒരു പാദസംഖ്യയ്ക്ക് 2 കൃതി വന്നാൽ ഈ പാദസംഖ്യ എഴുതി കൃതികൾ നമ്മൾ ഗുണിച്ചാൽ മതി. അതാണ് ഒരു കൃത്യങ്ക നിയമം. നമുക്ക് ഇതിനിവിടെ ഒരു കൃതി എഴുതൂ, അത് അതുപോലെ ഇടുക. 3 ഘാതം -3 ഇൻറ്റു അടുത്ത 2 കൃതിയുണ്ട്. 2 കൃതികൾ വരുമ്പോൾ 2 കൃതികൾ നമ്മൾ ഗുണിച്ചു. അതുപോലെ ഈ പാദസംഖ്യ എഴുതി 3, ഈ കൃതികൾ നമ്മൾ ഗുണിക്കുക. 3 ഇൻറ്റു 5/3 ഗുണിക്കുമ്പോൾ നമുക്ക് 3 വെട്ടിപ്പോയിട്ട് കൃതി 5 എന്ന് വരും. ഇൻറ്റു അതുപോലെ പടി പാദസംഖ്യ 3 എന്ന് എഴുതി ഈ കൃതികൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 4 ഇൻറ്റു -3/4, 4 വെട്ടിപ്പോയിട്ട് -3 എന്ന് വരും. നമുക്കിങ്ങനെ വരുമ്പോൾ കൃത്യങ്ക നിയമം a ഘാതം m ഇൻറ്റു a ഘാതം n സമം a ഘാതം m പ്ലസ് n. അതായത് ഒരേ പാദസംഖ്യ ഗുണനം വരുമ്പോൾ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കൂട്ടുക. അതുപോലെയാണ് ഇവിടെ ഒരേ പാദസംഖ്യ ഗുണനം വരുമ്പോൾ പാദസംഖ്യ എഴുതുക, a എന്ന് എഴുതി അതുപോലെ ഇവിടുത്തെ പാദസംഖ്യ 3, എന്നിട്ട് ഈ കൃതികൾ നമ്മൾ കൂട്ടുക m n. ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ 3 എണ്ണം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 3 കൂടി കൂട്ടുക. ഏതൊക്കെയാണ്? -3 കൂട്ടണം 5 കൂട്ടണം -3. അപ്പോൾ 3 ഘാതം ഇത് കൂട്ടുമ്പോൾ -3 കൂട്ടിയാൽ -6, -6ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യ എടുത്തിടുമ്പോൾ -1 എന്ന് വരും. 3 ഘാതം -1. അടുത്ത കൃത്യങ്ക നിയമം a ഘാതം -m സമം 1/a ഘാതം m. ഒരു കൃത്യങ്ക നിയമമാണ്. അതായത് a ഘാതം -m വരുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് കളയാൻ 1/, എന്നിട്ട് അത് എഴുതിയാൽ മതി. അതുപോലെ ഇവിടെ -1 കൃത്യങ്കം -1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/, എന്നിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? a ഘാതം m. അതുപോലെ 1/3 ഘാതം 1. 3 ഘാതം 1 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഉത്തരം 1/3.